ചരിത്രമാണ്. മകൻ ഖുർആനോട് നിങ്ങൾ യുദ്ധരാഗങ്ങൾ വൃദ്ധനാകട്ടെ യുവാവാകട്ടെ ശക്തിയുള്ളവനാകട്ടെ ഇല്ലാതാകട്ടെ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഇറങ്ങി തിരിക്കുക. ഇത് കേട്ട അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു തആല വന്ന 80 വയസ്സുള്ള ഉപ്പ ഇത് വീട്ടിൽ കേട്ടുകൊണ്ടിരിക്കുകയാ. ചാടി എഴുന്നേറ്റ് മക്കളോട് പറഞ്ഞു, മക്കളെ അജഗിസൂനി അജഗിസൂനി, വാപ്പായ തയ്യാറാക്കും മക്കളെ. എന്താണ് ഉപ്പ? റോമൻ പട്ടാളത്തിനോട് ഇസ്ലാമിക യുദ്ധം ചെയ്യുകയാണ്. ഈ ആയത്ത് കേട്ടിട്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. നീ എന്നെ ഓതിയത് വൃദ്ധനാണെങ്കിലും യുവാവാണെങ്കിലും ശക്തിയുണ്ടെങ്കിലും അശക്തിയാണെങ്കിലും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ ഇറങ്ങിത്തിരിക്കാൻ പറഞ്ഞില്ല മോനെ ഖുർആൻ. ഇതാണ് ഖുർആൻ നമ്മോട് സംസാരിക്കുന്നു എന്നതിന് ഞാൻ അടിവരയിട്ട് സമാപിപ്പിക്കുകയാ. 80 വയസ്സുള്ള ഉപ്പാനോട് മക്കൾ പറഞ്ഞു, ഉപ്പ വേണ്ട, കൈകൾ ദുർബലമായി, കാലുകൾ ദുർബലമായി, ജീവിതത്തിൽ സായാഹ്നഘട്ടത്തിലാണ് നിങ്ങൾ. ഇല്ല മക്കളെ, ഖുർആന്റെ ആയത്തോടിയത് കേട്ടിട്ട് ഇനി ഉപ്പാക്കിരിപ്പ് വരില്ല. അവസാനം പടച്ചട്ടേണെന്ന് ഉടവാള് പിടിച്ച് യുദ്ധത്തിനിറങ്ങി തിരിച്ചു. അതേപോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഉഹദിലും ഖന്തക്കിലും ഖൈബറിലും പോരാടിയ സഹാബി അവസാന യുദ്ധത്തിന് പോയത് ആദ്യമായിട്ട് നാവിക യുദ്ധത്തില് റോമക്കാരുമായി കടലിൽ യുദ്ധം നടക്കാട്. മെഡിറ്ററേനിയൻ കടലിന്റെ മുകളിൽ ആയിരക്കണക്കിന് കപ്പലുകളെ ചേർത്ത് കെട്ടിവെച്ചിട്ട് അതിന്റെ മുകളിൽ യുദ്ധം നടക്കുകയാണ്. 80ാമത്തെ വാർദ്ധക്യത്തിന്റെ അവസാനത്തെ വയസ്സിൽ അബൂ തൽഹ റളിയല്ലാഹു തആല മെഡിറ്ററേനിയൻ കടലിന്റെ മുകളിൽ പോരാടി, ധീരധീരം പോരാടി. അവസാനമായ യുദ്ധത്തിൽ മാനവകൾ രോഗബാധിതനായി കപ്പലിന്റെ തട്ടിൽ കിടക്കുമ്പോ ആ രോഗത്തിൽ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഷഹീദായി. മഹാനവകൾ ഷഹീദായ യുദ്ധത്തിന്റെ ഇടയിൽ അദ്ദേഹത്തിന്റെ മയ്യത്ത് അവിടെ കബറടക്കണമെന്നറിയാതെ സഹാബാക്കൾ മുഴുവനും വ്യാമൂഢരായി. എവിടെയാണ് കബർ കുടിച്ചിട്ട് കബറടക്കുക? കടലിന്റെ മുകളിൽ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുകയാണ്. ഇസ്ലാമിന്റെ ചരിത്രം ഇതാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുമ്പിൽ കാണുമ്പോ കയ്യിൽ തട്ടി സൗഹൃദമാകാം, കാണുമ്പോൾ കമഴ്ന്നു വീടുന്ന വിധേയത്തിന് ഈ സമുദായത്തിന് അന്യമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തകർക്കാൻ വരുന്നവരോട് താരാട്ട് പാടാറ്. ഇസ്ലാമിക സമൂഹത്തിന്റെ പുടുക്കുത്തുകൾക്ക് നേരെ, ഇസ്ലാമിക സമൂഹത്തിന്റെ പുടുക്കുത്തുകൾ വരുമ്പോ രാജിയാവാൻ ഒരു സമൂഹത്തിന് കഴിയില്ല എന്ന് തെളിയിച്ചുകൊണ്ട് 80ാമത്തെ വയസ്സിൽ ഇറങ്ങിത്തിരിച്ച അബൂ തൽഹ അൻസാരി റളിയല്ലാഹു അൻഹു അവസാനം അതിൽ നിന്നൊരു കപ്പലിന്റെ കെട്ടുപിടിച്ചുണ്ട്. ആ കപ്പലിലെ മഹാനവകളുടെ മയ്യത്തും കൊണ്ട് മെഡിറ്ററേനിയൻ കടലിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. എവിടെയെങ്കിലും ഒരു ദ്വീപ് കണ്ടാല് കബറടക്കാൻ സഞ്ചരിച്ച് ഏതാണ്ട് 10 ദിവസത്തോളം കടലിലൂടെ ഈ മയ്യത്തുമായി നടന്നു. പക്ഷേ ഒന്നുകൂടി കേട്ടുകൊള്ളുക, 10 ദിവസമായിട്ടും ഈ മയ്യത്തിനൊരു കേട് സംഭവിച്ചില്ല. ആര് കണ്ടാല് ശാലീനതയോടെ ഉറങ്ങിക്കിടക്കുന്നവനെ പോലെ മഹാനുകൾ ആ കപ്പലിൽ ഉറങ്ങിക്കിടക്കുന്നവനെ നിശബ്ദതയോടെ കടന്നു. 10 ദിവസം കഴിഞ്ഞപ്പോൾ മെഡിറ്ററേനിയൻ കടലിന്റെ ഉള്ളിൽ ദ്വീപ് കണ്ട് അവിടെ കബറ് കുടിച്ചു മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു കബറടക്കി. സഹാബ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് സഹാബക്കളുടെ മുഴുവന് കബറുകൾ എവിടെയാണ് ചരിത്രമുണ്ട്. പക്ഷെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു കബർ എവിടെയാണ് ചരിത്രമില്ല. സഹാബത്തുകൾ എവിടെ എഴുതി രേഖപ്പെടുത്തിയിട്ടുമില്ല. പക്ഷേ ഇന്നും മെഡിറ്ററേനിയൻ കടലിന്റെ തിരമാലകളുടെ താരാട്ട് പാട്ട് കേട്ട് മെഡിറ്ററേനിയൻ കടലിന്റെ ഏതോ ദ്വീപിൽ കിടന്നിറങ്ങുന്നുണ്ട് മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു. ഒരു കാര്യം ഉറപ്പാ, മരിച്ചവരെ മുഴുവനും അവരുടെ കബറിൽ നിന്ന് പുനർജനിപ്പിച്ചിട്ട് പരലോകത്ത് പടച്ചറപ്പിന്റെ മഹിഷറയിൽ ഹാജരാക്കുന്ന ഒരു ദിവസമുണ്ട്. യൗമ യബഅസുഹുമുല്ലാഹു ജമീഅ ഫയുനബ്ബിഉഹും ബിമാ അമിലൂ. അവിടെ വെച്ച് നിങ്ങൾ ചെയ്തത് പറയാൻ പറയുമ്പോ മെഡിറ്ററേനിയൻ കടലിന്റെ തിരമാലകളുടെ താരാട്ടിൽ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു
അള്ളാന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറയും, അല്ലാഹുവേ കൈ തന്നു, അള്ളാഹുത്തനാണ് നിന്റെ ദീനിന് വേണ്ടി കാല് മുറിച്ചു തന്നു, അന്തയുടെ കുടൽമാല നിന്റെ ദീനിന് വേണ്ടി തന്നു, 80ാമത്തെ വയസ്സിൽ കടലിന്റെ മുകളിൽ ഞാൻ ഇടരാടിയത് നിന്റെ ദീനിന് വേണ്ടിയാണല്ലാ എന്ന് പറയും. എന്നോട് നിങ്ങളോട് നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ നമുക്കും പറയാൻ എന്തെങ്കിലും വേണ്ടേ? എന്റെ ദീൻ അപകടത്തിൽപ്പെട്ടപ്പോ എന്റെ പെൺകുട്ടികളെ, മുസ്ലിമത്തായ പെൺകുട്ടികളെ വഴിപടപ്പിച്ചപ്പോ അവർക്ക് വേണ്ടി ഞങ്ങളൊരു സൗകര്യം ഒരുക്കി റബ്ബേ. എന്റെ ശരീരത്ത് അപകടത്തിൽപ്പെട്ടപ്പോ ഞങ്ങൾ ശരീരത്തെ സംരക്ഷണ റാലി നടത്തി റബ്ബേ. ജീവൻ കൊടുത്തും ശരീരത്തിനെ സംരക്ഷിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞു റബ്ബേ. അബൂ തൽഹ റളിയല്ലാഹു ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കൈകാലുകൾക്ക് പകരമായി, അന്തയുടെ രക്തത്തിന് പകരമായി, ഉടതിരിച്ച കുടൽമാലകൾക്ക് പകരമായി നാളെ പടച്ചവരോട് പറയാ, അല്ലാഹുവിന്റെ ഖുർആൻ വിളിച്ച വിളക്കുമാടത്തിലൂടെ സഞ്ചരിക്കണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഖുർആൻ നമ്മോട് സംസാരിക്കുകയാണ്. ഖുർആൻ സംസാരിക്കുകയാണ്. അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു മെഡിറ്ററേനിയൻ കടലിന്റെ ഉള്ളിലാണ്. ഖബറാർക്കും അറിയില്ല. ആരാ അബൂ തൽഹ എന്നറിയോ? എപ്പോഴും ഖുർആന്റെ കൂടെ നടന്ന സഹാബി. അതോടെ അവസാനിക്കാൻ ആരാ അബൂ തൽഹ എന്നറിയോ? ഖുർആന്റെ കൂടെ നടന്ന സഹാബി. 80ാമത്തെ വയസ്സിൽ, ഇതിനു മുമ്പ് പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് ഓതിയിട്ടുണ്ട്. പക്ഷേ 80ാമത്തെ വയസ്സിൽ വീട്ടിൽ